മച്ചാൻ ഫയലിൽ എങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. ഈ മെക്ലാറിൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലേക്ക് എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. ഈ GTA 5 മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ഇനി കൊണ്ടുവരുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ എന്തടിച്ചാണ് GTA 5 കാര്യങ്ങളൊക്കെ ഓൺ ആക്കേണ്ടത് എന്നൊക്കെ ഉള്ള എൻ്റെ വീഡിയോയും കാര്യങ്ങളും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പം എന്തൊക്കെയാണെന്ന് ഇവിടെ കൂടെ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്, എന്നാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാതെ പിന്നെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്ത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. എന്തിനും നമ്മുടെ ഗെയിമിലേക്ക് ഒരു പുതിയ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. ഈ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോഴും നല്ല മുമ്പൊക്കെ കുറേ പേര് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെക്ലാറിൻ കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാറും കാര്യങ്ങളും ഇനി കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഡെവലപ്പറിനോട് നമ്മൾ അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഡെവലപ്പറും കാര്യങ്ങളും നമുക്ക് ഈ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഡെവലപ്പറും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അപ്പം ഡെവലപ്പർ പ്രതീക്ഷിക്കാതെ തന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ കുറേ ഐറ്റംസ് കയറി ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് മുമ്പായിട്ട് കുറേ ഐറ്റംസ് കയറി കിട്ടാൻ ഉണ്ട്. പക്ഷേ അതിന് ടൈം എടുക്കും നമ്മൾ ഡെവലപ്പറും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കാണിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒരു സ്പോർട്സ് കാറും കാര്യങ്ങളും വരുന്നുണ്ട്. അവിടെ ഒരു മെക്ലാറിനാണ് നമ്മുടെ സ്പോർട്സ് കാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മെക്ലാറിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ലിങ്കും കാര്യം ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി എടുക്കാവുന്നതാണ്. അപ്പം ഡെവലപ്പർ പറഞ്ഞ് എല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡെവലപ്പറിന് കുറച്ച് സമയം കൂടെ വേണം പുതിയ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റിന് എന്നാണ് കിട്ടുന്നതെന്നുള്ള ചെറിയൊരു കൺഫേം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് അവിടം വരെ വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഫസ്റ്റ് വരെ. അത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവാതിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞാൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ പറയുന്നത്. ചിലവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല കുറേ പേര് കമൻറ്റും കാര്യങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പിന്നെയും ഞാൻ റിപ്പീറ്റായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ സ്കിപ്പ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നതിൽ നിങ്ങൾക്ക് ഒന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബഗ്ഗായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ കാര്യങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ മച്ചന്മാരെ എങ്ങനെയാണ് നമ്മുടെ മെക്ലാറിൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാക്കി ലിങ്കും കാര്യങ്ങളും തരുമ്പോൾ ഇനി 2 മെത്തേഡ് രീതിയിലൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളും എന്താണ് വരാത്തത്, എന്താണ് ഇത്രയും ഡിലേ ആക്കുന്നത്, പുതിയ മാസം വന്നില്ലേ, അപ്പോൾ പുതിയ മാസത്തിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങൾ വരത്തില്ല, ആ അപ്ഡേറ്റിനകത്തോട്ട് GTA 5 വരുമോ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻസും കാര്യങ്ങളും കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ എനിക്ക് റിപ്ലൈയും കാര്യങ്ങളും പെട്ടെന്ന് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് റിപ്ലൈ ചെയ്യുന്നതിനാൽ മറ്റുള്ളവർ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് GTA 5 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം സെറ്റിങ്സ് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ഹൈയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്, മീഡിയമാണ് നേരത്തെ കടന്നത്. ആ മീഡിയത്തിൽ നിന്നും ഹൈയും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആ ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രത്യേകം ഫോൾഡറിനകത്തോട്ട് ഇടാൻ ശ്രമിക്കേണ്ടതാണ് നമ്മുടെ GTA 5 ലിങ്കും കാര്യങ്ങളും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രത്യേകം ഫോൾഡറിനകത്തിട്ടാണ് ഞാനിവിടെ RGS എന്ന് പറഞ്ഞ ഫോൾഡറും കാര്യം സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അത് കിടപ്പുണ്ട് GTA 5 map.glb എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിടക്കുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് കൊടുക്കുന്നുണ്ട്. സെലക്ട് കൊടുക്കുമ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് എഴുതി ഇങ്ങനെ ഒരു ലോഡിങ് സ്ക്രീൻ കാണിച്ച് പെട്ടെന്നായിട്ട് ഞാനിങ്ങനെ സ്റ്റക്ക് ആവുന്ന രീതിയിലാവുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്ക് പോയതിനു ശേഷം RGS ടൂൾ എടുക്കുന്നുണ്ട്. RGS ടൂൾ അതാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നിട്ട് നിങ്ങൾ അതിലാണെങ്കിൽ RGS CM എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആണെങ്കിൽ കുറച്ച് നേരം സ്റ്റക്കായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതാരും പേടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റക്കായിട്ട് നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ അത് ലോഡിങ് എടുക്കുന്നതിൻ്റെ ഒരു ടൈമും കാര്യങ്ങളാണ്. അപ്പം അത് സ്റ്റക്കായിട്ട് ഇതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നേരെയാണെങ്കിൽ നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഓൺ ആയതിനു ശേഷം ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഇതിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ നമ്മുടെ GTA 5 മോഡിൻ്റെ അകത്തോട്ടായിരിക്കും കയറുന്നത്.
ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് മറ്റേ നമ്മുടെ ഇപ്പം നിലവിൽ GTA 5 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്ന രീതി ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ ഇനി ഇതെപ്പോൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇത്ര ലേറ്റ് ആവുന്നതിൻ്റെ കാരണം എന്താ ഞാൻ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടാണ് കുറേ പേര് സ്കിപ്പ് അടിച്ചിട്ട് GTA 5 വേണം എന്ന് മാത്രം കമൻറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് റീസണും കൂടി നിങ്ങൾ അറിഞ്ഞിട്ട് വേണം അതിനോട് കമൻറ്റും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാൻ പറയുവാണ്, ഇപ്പം നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് നമുക്കാണെങ്കിൽ GTA 5 മോഡിൻ്റെ അകത്ത് GTA 5 മോഡ് അതുപോലെ തന്നെ പിന്നെ റോഡും ബിൽഡിങ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. NPC പ്ലേയേഴ്സ് ഇല്ല, ട്രാഫിക് റൂൾസ് ഒന്നും ഇല്ല, കാർസ് ഇല്ല, വേറെ ഒരു ഐറ്റംസും കാര്യങ്ങളും ഇല്ല, മാപ്പില്ല. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യണം. ഇതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നല്ല ടൈമും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. കാരണം നമ്മുടെ GTA 5 മോഡിനകത്ത് ഒറിജിനൽ GTA 5 എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ട് കൊണ്ടുവന്നാലേ നമ്മുടെ ഗെയിമും കാര്യങ്ങളും നിൽക്കത്തുള്ളൂ നിലവിൽ. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിച്ചിട്ട് അതും മൊത്തത്തിൽ പോകുന്നതായിരിക്കും. നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടർ ഒരു വട്ടം വന്നിട്ട് പെട്ടെന്ന് തന്നെ കോപ്പിറൈറ്റ് ആയിട്ട് പോയായിരുന്നു, പിന്നെ നമുക്ക് കിട്ടിയിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് നമുക്കത് ശരിയായിട്ട് കിട്ടിയത്. അപ്പം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ GTA 5 കാര്യങ്ങൾ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ ഒത്തിരി നാൾക്ക് ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അടുത്ത് ആഡ് ചെയ്യണമെങ്കിൽ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നല്ല ടൈം എടുത്തിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങളും വെയിറ്റ് ചെയ്തിരുന്നു, ഞാനും വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഫയലിൽ ഇത്രയും വരെ എത്തി, ഇത്രയും ഫിനിഷിംഗ് വർക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പണിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മാപ്പ് ആഡ് ചെയ്ത് അതുപോലെ തന്നെ ട്രാഫിക് റൂൾസും കാര്യങ്ങളും ആഡ് ചെയ്ത് NPC പ്ലേയേഴ്സിനെ ആഡ് ചെയ്ത് അങ്ങനെ കുറച്ച് പരിപാടിയും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് കിട്ടണോ അത് പകുതിയായിട്ട് കിട്ടണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. ഗെയിം ഫുള്ളി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാമായിട്ട് ഈവൻറ്റ് കാര്യങ്ങളെല്ലാമായിട്ട് രീതിയിൽ കളിക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലാതെ ഗെയിം പകുതിയായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ ആൾക്കാരില്ലാത്തൊരു അന്തരീക്ഷം കിട്ടി ചുമ്മാ കാറും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ചുമ്മാ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അത് ബോറടിക്കുന്നതായിരിക്കും. അപ്പം നമുക്കതിന് കളിക്കാൻ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് കുറച്ച് ടൈമൊക്കെ എടുത്താലും നിങ്ങൾക്ക് സാധനം കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലാക്കിയവരൊന്ന് ജസ്റ്റ് ഒന്ന് റെഡ് ഹാർട്ട് ഒന്ന് ഇടേണ്ടതാണ്. കമൻറ്റിൽ റെഡ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പം എന്തായാലും ഇവിടം വരെ വീഡിയോ കാണുന്നവരുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് ഹാർട്ട് ഇടാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ GTA 5 നിങ്ങൾക്ക് സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളുടെ അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതുകൂടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുകൂടെ ശ്രദ്ധിക്കാവുന്നതാണ്. അതുകൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് ഡെവലപ്പറിനോട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സംസാരിച്ച് ഡെവലപ്പർ എന്തോ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫും കാര്യങ്ങളും ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിനുള്ള വഴിയും കൂടെ ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ കുറേ പേർക്ക് ഇന്നലത്തെ ഗ്ലിച്ചും കാര്യങ്ങളും വർക്ക് ആവുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലിച്ചും കാര്യങ്ങളും അങ്ങനെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതി ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു. അപ്പോൾ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ ലിങ്കും കാര്യങ്ങളും കിടപ്പുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ പോയി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിങ്കും കാര്യങ്ങളും എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എവിടെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളത് നോക്കിയതിന് ശേഷം നേരെ ഗെയിമിനകത്ത് വന്നതിന് ശേഷം RGS മെനു എടുക്കുക. അതിനകത്ത് ലോഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഫയലും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതാണ്. ആ ഫയൽ കണ്ടുപിടിച്ചതിന് ശേഷം സെലക്ട് കൊടുത്ത് തന്നെ നിങ്ങളുടെ ഗെയിമിലേക്ക് ആ സാധനം കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ RGS മെനുവിൻ്റെ അകത്താണ് ഇപ്പം മെയിൻലി എല്ലാം പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റിനകത്ത് എന്ന് വെച്ചാൽ ഇപ്പം വന്നേക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിനകത്ത് ഇപ്പം എല്ലാം രീതിയിലും RGS മെനുവായിട്ടാണ് കൊണ്ടുവന്നത്. നമ്മൾ ഓരോ അപ്ഡേറ്റിനകത്ത് ഓരോ ഫീച്ചറായിട്ടാണ് കൊണ്ടുവരുന്നത്. നേരത്തെ നമുക്കാണെങ്കിൽ ലിങ്ക് വെച്ചിട്ടാണ്, ലിങ്ക് പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം നമുക്ക് RGS മെനുവിൻ്റെ അകത്ത് ലോഡ് കൊടുത്താണ് നമ്മൾ കയറ്റുന്നത്. അതിന് അടുത്ത പ്രാവശ്യം വേറെ വെറൈറ്റി രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പർ കൊണ്ടുവരാം. അപ്പം എല്ലാ പ്രാവശ്യം വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ വരത്തുള്ളൂ. അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെ കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷം കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനും കൂടെ ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്പർ അങ്ങനെ സസ്പെൻസ് ആക്കിയ രീതിയിലൊക്കെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ ഫുള്ളായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് റിവീൽ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളും അതെല്ലാവരും ഒന്ന് കാത്തിരിക്കേണ്ടതാണ് ഇപ്പോൾ പുതിയ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വിസയിലും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന രീതിയൊക്കെ ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഇവിടെ ഇപ്പം ഇടയ്ക്ക് വെച്ചൊരു ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും കാറിൽ കയറുന്നവരെ ഓപ്ഷൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത് എനിക്കറിയാം. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി വരുന്നത്. ഡിഫിക്കൽട്ടി വേറൊന്നുമല്ല, നമുക്കാണെങ്കിൽ ഗണ്ണും ഫോണും കൂടി ഒറ്റ കയ്യിലെത്തിക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ടാസ്ക്.
ഈ ടാസ്ക് നമുക്ക് സക്സസ്ഫുള്ളി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് ഇതിൻ്റെ ഒരു വിസൈലിൻ്റെ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ആ ടാസ്കിനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഗണ്ണ് കൈ സെലക്ട് ചെയ്യണം, മെഷീൻ ഗണ്ണ് സെലക്ട് ചെയ്യണം. മെഷീൻ ഗണ്ണ് ഓൾറെഡി നമുക്ക് എടുക്കുമ്പോൾ ആ ഗ്ലിച്ചും കാര്യങ്ങളും വർക്ക് ആവുന്നതാണ്. അപ്പോൾ മെഷീൻ ഗണ്ണ് എടുത്തതിന് ശേഷം നേരെ ഫോൺ എടുക്കാൻ ശ്രമിക്കണം. ഇവിടെ ഫോണിൻ്റെ ഓപ്ഷൻ കാര്യം നമ്മുടെ സ്ക്രീനിലുണ്ട്. ആ ഫോണിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഗണ്ണിൻ്റെ സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെയും ആ ഗണ്ണിൻ്റെ സ്ലോട്ട് മാറ്റി ഫോണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ രണ്ടും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ ബഗ്ഗായിട്ട് കൈ വരുന്നതായിരിക്കും. അപ്പോൾ ഗണ്ണും കയ്യിരിക്കും, അതുപോലെ തന്നെ ഫോണും കയ്യിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ ഗണ്ണെടുക്കുക, വിസൈൽ എടുത്തതിന് ശേഷം ഫോൺ എടുത്തതിന് ശേഷം ഡ്രോൺ എന്ന് ടൈപ്പ് ചെയ്യുക RGS ഉള്ളത്. അപ്പോൾ ഡ്രോൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ വരും, ഇങ്ങനെ പറന്ന് നടക്കുന്നതും അതുപോലെ തന്നെ ഈ ഡോട്ടും എന്നൊരു ഓപ്ഷൻ കാര്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഗ്ലിച്ചിലാണ് ഇപ്പം നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പോയിട്ടാണ് ഞാനിവിടെ ഫയർ ബട്ടൺ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫയറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ പേർക്ക് ഇന്നലെ ഇട്ടിട്ടാണെങ്കിൽ ഒന്നും കുറേ പേർക്ക് മനസ്സിലാവാത്ത രീതി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ആയിട്ട് ഗ്ലിച്ചും കാര്യങ്ങളും ഇട്ട് തന്നത്. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇപ്പം കുറേ പുതിയ ഗ്ലിച്ചസും കാര്യങ്ങളും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ലേറ്റസ്റ്റായിട്ട് പുതിയ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെക്ലാറിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ വാട്സപ്പ് ചാനലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാവർക്കും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൂടെ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്കും കാര്യങ്ങളും. അപ്പോൾ വാട്സപ്പ് ചാനൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അവിടെ വാട്സപ്പ് ചാനലിൽ ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ വരുന്ന വീഡിയോസിനകത്ത് ഞാൻ പുതിയ ലിങ്കും കാര്യങ്ങളും റീഫ്രഷ് ചെയ്തിട്ട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യേണ്ടതാണ്. അത് ഞാൻ ജോയിൻ ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ ആദ്യം വരുന്ന ലീക്സും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പ് ചാനലായിരിക്കും അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും വീഡിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളിലൊക്കെ ലീക്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഫോളോവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ GTA 5 കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വരുന്ന പുതിയ അപ്ഡേറ്റിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്കോ കാണത്തുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ വർക്കും കാര്യങ്ങൾ എപ്പോഴാണ് ഫിനിഷ് ആവുന്നത് അപ്പോഴായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇന്നോവ കാർ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ 2 വീക്സോടെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പം ഈ മാസം എൻഡിലേക്ക് ആയിരിക്കുമോ വരുന്നതെന്നൊക്കെ കുറേ പേര് ചോദിച്ചു. എൻഡിലേക്കൊന്നുമല്ല, നെക്സ്റ്റ് വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മുടെ ഇത് വരുന്നത്, അപ്ഡേറ്റിംഗ് വരുന്നത്. അപ്പോൾ ഡെവലപ്പർ പറഞ്ഞ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എങ്കിലും ഒരു ദിവസം കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഞാൻ എന്തായാലും മുമ്പേ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പറും കാര്യങ്ങളും. അപ്പം എന്തായാലും നെക്സ്റ്റ് വീക്ക് ഒരു കൺഫേം കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഉറപ്പുണ്ടെന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഡെവലപ്പർ പറഞ്ഞു വെച്ച് നെക്സ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വീക്ക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഈ GTA 5 കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്കത് ഡെവലപ്പറിനോട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. അത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലെന്ന് ചോദിക്കാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോസിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്രയും നേരം വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാർട്ടിൻ്റെ ഒരു കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. റെഡ് ഹാർട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഹാർട്ടോ എന്ന കമൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതാണ്. ഇത്രയും പേര് കാണുന്നുണ്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളും വല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുറേ പേര് പോലീസ് ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ വർക്കും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മെക്ലാറിൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാവരും. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം, അതൊരു വാട്സപ്പ് ചാനലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ടോ, അത് യൂസ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മെക്ലാറിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മെക്ലാറിൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കിട്ടിയെന്നുണ്ടെന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്ര സന്തോഷമായിരിക്കും. കിട്ടാത്തവർക്ക് എന്താണ് റീസണും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ചാൽ കിട്ടാത്തവർ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇന്നതുപോലെയാണ് ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുവാണെങ്കിൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ നമ്മളത് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ലിങ്കും കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇട്ടേക്കാം. ലിങ്ക് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. വർക്കായില്ലെങ്കിൽ നാളെ ഞാൻ പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ റീഫ്രഷ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് കാണുന്നവരെ സീ യു ദെൻ ബൈ.